ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ ഒരു മീൻകറി ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 5-6 വെളുത്തുള്ളി അല്ലി, കുറച്ച് ചുമന്നുള്ളി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മൺചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടില്ലായിരുന്നു. നമുക്കിനി അതും കൂടി ഒന്ന് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. നമുക്കിനി പുളിയും കൂടി ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. പിഴിഞ്ഞ പുളിയും കൂടെ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറ് കുറുകുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മളെ കറി ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇത് ചൂര കഷ്ണങ്ങളാണ്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂര നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. സൂപ്പറാണ്.